ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചനെറ്റ്. ഊണിന് പ്രധാനമായുള്ള ഒരു വിഭവമാണ് തോരൻ. പലതരം പച്ചക്കറികൾ കൊണ്ടും തോരൻ സാധാരണ തയ്യാറാക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന രുചികരമായ ഒന്നാണ് കടലപ്പരിപ്പ് കൊണ്ടുള്ള ഈ തോരൻ. അധികം ചേരുവകളൊന്നും ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്നാണ്. ഇത് ചോറിൻ്റെ കൂടെ എന്ന പോലെ തന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കുവാനും വളരെ രുചി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമേ തന്നെ പരിപ്പ് തോരനിലേക്ക് ആവശ്യമായ കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം 1.5 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കറിൽ 4 വിസിൽ വരുന്നത് വരെ വേവിക്കുക. പരിപ്പ് ഒരുപാട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുക, എങ്കിലേ തോരൻ നല്ല ഉതിർന്ന് കിട്ടുകയുള്ളൂ. ഇനി തോരനിലേക്ക് ആവശ്യമായ തേങ്ങ ഒതുക്കിയെടുക്കുക. അതിനായി 1/4 കപ്പ് തേങ്ങ, 6 ചെറിയ ഉള്ളി, എരിവിനാവശ്യമായ 4 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 1 പിഞ്ച് ജീരകം, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇതൊന്ന് ഒതുക്കിയെടുക്കുക. ഇനി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിക്കുക. ഇനി ഇതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് വഴറ്റുക. ഈ സമയം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ്, അത്രയും മതി. അപ്പോൾ നമ്മുടെ നല്ല നാടൻ രുചിയിലുള്ള പരിപ്പ് തോരൻ തയ്യാറായിട്ടുണ്ട്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി, അസാധ്യ രുചി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.